ശിക്ഷയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കുകയാണ്. വലിയ രീതിയിലുള്ള തിക്കും തിരക്കും കാണുന്നുണ്ട് അവിടെ. അത്രയധികം മാധ്യമങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പ്രധാന ഗേറ്റിലൂടെ അല്ല മറ്റൊരു വഴിയിലൂടെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. സാധാരണ രോഗികൾ കയറിപ്പോകുന്ന പ്രധാന വഴിയിലൂടെ അല്ല മറ്റൊരു വഴിയിലൂടെ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ വാഹനത്തിന് മുമ്പിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ഒപ്പം ഉണ്ടായിരുന്നവർ വാഹനത്തിന് മുമ്പിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവർ പോലീസ് വാഹനം തടയാനടക്കം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായി വാഹനം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. ബോബി ചെമ്മണ്ണൂരുമായി വാഹനം ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞു. ആ പ്രതിഷേധത്തിന് കാരണം അത് നമ്മൾ മനസ്സിലാക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഒരു പ്രതിഷേധം ഉന്നയിക്കുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. ശരി, അർജുൻ മട്ടന്നൂർ ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് വാഹനം കൊണ്ടുപോയിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിനെ എന്നതാണ്. ചില ആളുകൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഒപ്പം ഉള്ളവരായിരുന്നു തോന്നുന്നു. ചേട്ടാ എന്താ വിനീത, അതായത് അവരെ ബോബി ചെമ്മണ്ണൂരുമായി സംസാരിക്കാൻ അവരെ അനുവദിച്ചില്ല. ബോധം കെട്ട് കിടക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. പോലീസ് അത്തരത്തിൽ അടുപ്പക്കാരെ പോലും അങ്ങോട്ടേക്ക് സംസാരിക്കാൻ അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ബോധം കെട്ട് വീണ് സാറ് വണ്ടി അങ്ങനെ വലിച്ചു സാറിന് വളരെ ക്രൂരമായിട്ട് ഒരു കൊലപാതകനെ കൊണ്ടുപോയത്. എന്താണ് സാർ ചെയ്തത്? തെറ്റെന്താണ് സാറ് കൊണ്ടുപോയത്? കുത്തിപ്പിടിച്ച ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്ത് ചെയ്ത് സാറ്? എന്ത് ചെയ്ത് സാറ് പറഞ്ഞിട്ടില്ല. ഓക്കെയാണത് എങ്ങോട്ടാ അറിയത്തില്ല. ഇതിപ്പോ അവര് കൊണ്ടുപോയത് അതാണ് നമുക്ക് അറിയേണ്ടത്. സാറ് തടഞ്ഞില്ലല്ലോ. അതായത് അത്രയും അത്യാസന്ന നിലയിലുള്ള ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് പിടിച്ചിറക്കി കൊണ്ടുപോയി തുടങ്ങിയ ചില ആരോപണങ്ങളാണ് ഒപ്പം ഉണ്ടായിരുന്നത് ഉന്നയിക്കുന്നത്. അവർ പോലീസ് ജീപ്പിൽ കയറ്റിയ ശേഷം ഈ വാഹനം അയാൾ വണ്ടി കയറുമ്പോൾ മിണ്ടുന്നില്ല. അയാൾ വണ്ടി കയറുമ്പോൾ അയാൾ മിണ്ടുന്നില്ല. പക്ഷേ അർജുൻ, ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അദ്ദേഹത്തിന് ബോധം കെട്ട് കിടക്കുകയൊന്നും ആയിരുന്നില്ല. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പ്രതിഷേധിച്ചവർ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോ സഹപ്രവർത്തകരോ മറ്റോ ആണോ? അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എനിക്കറിയില്ല. ഇനി ഉദ്യോഗസ്ഥർ ഇടപെടേ ശരിയാവുള്ളൂ. കാരണം ഇത് ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ അതായത് കോടതി അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ടുപോയി കാണിച്ച് സാക്ഷി പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഉണ്ടായിരുന്നു. ഏതായാലും കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുന്നത്. വിനീത, ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് അത് തന്നെയാണ് ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിരുന്നു. തുടരാം അർജുൻ. ഇല്ല, ശരിയാണ്. ഒരു സുഖമില്ലാത്തൊരു മനുഷ്യനെ ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളാണ്. അവർ ബോബി ചെമ്മണ്ണൂരിനൊപ്പം വന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ വലിയ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വാഭാവികമായും ജാമ്യം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ജാമ്യം ലഭിച്ചില്ല. അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുകയും ചെയ്തു. സ്വാഭാവികമായും അത്തരമൊരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. ഈ കാഷ്വാലിറ്റിക്ക് മുമ്പിൽ ബോബി ചെമ്മണ്ണൂരിനെ മറ്റൊരു വാഹനത്തിൽ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഈ പോലീസ് ജീപ്പിന്റെ മുമ്പിലേക്ക് ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന ആളുകൾ എത്തുകയും പോലീസ് ജീപ്പ് തടയാനടക്കം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഉണ്ടായിരുന്നവർ ചിന്തിച്ചിരുന്നത് അത് ഇത്തരത്തിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റാൻ കഴിയും എന്നായിരിക്കാം ഒരു പക്ഷേ അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഡോക്ടർമാർ പരിശോധനകൾക്ക് ശേഷം അത്തരത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോലീസ് സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക്
കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായിക്ക് നേരിടേണ്ടി വന്നത്. ഇത്തരത്തിൽ അശ്ലീല ചുവയോടെ സംസാരിച്ചു, ദ്വയാർത്ഥ പ്രയോഗം നടത്തി തുടങ്ങിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ കേസെടുക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ജാമ്യം ലഭിക്കുന്നുമില്ല, പകരം റിമാൻഡിലേക്ക് 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ വിടുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ വലിയ തിരിച്ചടിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായിക്ക് നേരിടേണ്ടി വന്നത്. വിനീത, ശരി, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഉള്ള ചിലരുടെ പ്രതികരണങ്ങളായി കണ്ടത്. ആരോപണവുമായി ചിലർ രംഗത്തെത്തുകയായിരുന്നു. ഏതായാലും മറ്റൊരു വഴിയിലൂടെ പുറത്തിറക്കിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന, ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്, വാഹനവ്യൂഹത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഒരു വിൻഡോയിൽ കാണുന്നത്. മറ്റൊന്ന് ആശുപത്രിക്ക് മുന്നിൽ അല്പം മുൻപുണ്ടായ പ്രതിഷേധമാണ്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിക്കൊണ്ട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റുകയാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ വിധി കേട്ടതിന്റെ ഷോക്കിലായിരിക്കാം അദ്ദേഹം തളർന്ന് അവിടെ ഇരുന്നു പോയത്. വിശദമായി തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. 4:45 ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള വിധി പ്രസ്താവം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ്, ബോബി ചെമ്മണ്ണൂരിനെതിരായ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ്. ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതും ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായി എറണാകുളം CJM കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നു. ബോബി ചെമ്മണ്ണൂർ ഇതാ ജയിലിലേക്ക് പോവുകയാണ്, അഴിക്കുള്ളിലാവുകയാണ്. ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഇതാ പോവുകയാണ്. ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ ഇന്ന് എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കി. രാത്രി മുഴുവൻ എറണാകുളത്തെ സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശക്തമായ വാദങ്ങളാണ് കോടതിയിൽ നടക്കുകയും ചെയ്തത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനം, വിധി കോടതി എടുത്തത്. ഇത്തരത്തിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം കോടതി തള്ളുകയും ചെയ്തു. തെളിവുകളൊന്നും തന്നെ ഈ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടതില്ല എന്നതാണ് കോടതി പറഞ്ഞത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുകയും ചെയ്തു. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് തന്നെയാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ബോബി ചെമ്മണ്ണൂരുമായി ജയിലിലേക്ക് പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.